ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിൽ ഭരണങ്ങാനം ടൗണിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ്. 10.5 സെൻറ്റിൽ 2880 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 4 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ട് 2 നിലകളിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ദൃശ്യം. മുൻവശത്തൂടെ ടാറിംഗ് റോഡാണ് പോകുന്നത്. പഞ്ചായത്ത് റോഡിൽ നിന്നും ഈ പ്ലോട്ടിലേക്ക് ടാർ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയെല്ലാം നമുക്ക് പ്ലോട്ടുകൾ ലഭ്യമാണ്. ഈ വീടിൻ്റെ വശങ്ങളിലുമായി സ്ഥലം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ്. സെൻറ്റിന് 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. ഏറ്റവും പുതിയ മോഡലിൽ നല്ല മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. ഗേറ്റ് തുറന്ന് നമ്മൾ കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ്. ഇവിടെയൊക്കെ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് ഔട്ട് ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. മുറ്റത്തിൻ്റെ വശങ്ങളിലൊക്കെ പച്ചപ്പ് തോന്നാൻ വേണ്ടി നല്ല പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു പ്ലാനാണ് ഈ വീടിനുള്ളത്. നമുക്കകത്തേക്ക് കയറുമ്പോൾ കൂടുതൽ വിശദമായിട്ട് വീട് കാണാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ വശങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ചുറ്റുമൊക്കെ ചിപ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഗ്രാസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കടുത്ത വേനലിലും വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ്. കിണറൊന്ന് കാണാം. കിണറിൻ്റെ ചുറ്റുമൊക്കെ പെബിൾസൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് കിണർ. വെള്ളം കാണാമെന്ന് വിചാരിക്കുന്നു. ഈ പുറകുവശത്തൊക്കെയുള്ള സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം കൃഷിയൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്ഥലം വാങ്ങാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ വാതിലുകൾ, ജനൽപ്പാളികളൊക്കെ വരുന്നത് ആഞ്ഞിലി, പ്ലാവ്, തേക്ക് മുതലായ തടികൾ ഉപയോഗിച്ചാണ് കബോർഡുകൾ, വാതിലുകളെല്ലാം പണിതിരിക്കുന്നത്. ജനൽപ്പാളികൾ ഉൾപ്പെടെ. ഇവിടെയൊക്കെ റംബൂട്ടാനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത്. നല്ല നല്ല അയൽപ്പക്കങ്ങളാണ് ഇനി വരാനുള്ളത്. ഒരു വീടിൻ്റെ പണി അതിൻ്റെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. പില്ലറുകളിലെല്ലാം സ്റ്റോൺ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയാണ് അതെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് 2 പാളിയുടെ ഒരു കതകാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല പുതിയ മോഡലിലുള്ളൊരു കതകാണ്. അതോടൊപ്പം നല്ല ഡിസൈനിലാണ് ജനൽപ്പാളികളും പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് ഈ ബിൽഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. ജിപ്സം സീലിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങും ഫാമിലി ലിവിങ്ങും എല്ലാം ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. നല്ല നീളത്തിലാണ് ഈ ഹാളുള്ളത്. ഹാളിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തായി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പർഗോളയിലൊക്കെ ഗ്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഏരിയ ആണിവിടെ. മുകളിൽ നിന്ന് താഴേക്ക് പ്രകാശം വരുന്ന രീതിയിൽ മുകൾ ഭാഗം ഗ്ലാസ് ഇട്ടിട്ടുണ്ട്.
ഈ വീടിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായിട്ട് ഈ ഹാള് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അവിടെയും നല്ല നല്ല വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ്, LED ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം. അതിൽ തുറന്ന് നമ്മളകത്തേക്ക് കയറുമ്പോൾ 3 പാളിയുടെ ഒരു ജനലും ഓരോ പാളിയുടെ വീതം 2 ജനലുകളും അവിടെ കാണാം. അതോടൊപ്പം തന്നെ AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈലെല്ലാം അപ്പോക്സി ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള കബോർഡ് തന്നെയാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ബാത്റൂമിന് വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ളൊരു വലിപ്പമുണ്ട്. എല്ലാം അപ്പോക്സിയൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ലീക്കേജിനെ പേടിക്കണ്ട. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം 2 ബാത്റൂമാണുള്ളത്. 10.5 സെൻറ്റ് സ്ഥലവും 2880 സ്ക്വയർ ഫീറ്റുമാണ് വീടിൻ്റെ ആകെ വിസ്തീർണം. ഇതിലും 3 പാളിയുടെ ഒരു ജനലും ഓരോ പാളിയുടെ 2 ജനലുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാകും. വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിലൊരു 3 പാളിയുടെ കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതും വലിപ്പമുള്ള ബാത്റൂമാണ്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ സെറാഴ ക്ലോസറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം 5 വർഷം വാറൻറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ വീടാണ്. കട്ടിലും അത്യാവശ്യം കർട്ടനും ഇട്ട് കഴിഞ്ഞാൽ കയറി താമസത്തിനുള്ള മറ്റെല്ലാ പരിപാടികളും കഴിഞ്ഞതാണ്. ഇതാണ് മുകളിലത്തെ മുറികളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. അത് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. സൈഡിലെല്ലാം സ്റ്റീൽ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയും നല്ലൊരു ഗ്ലാസ് ഒക്കെ ഇട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകളൊക്കെ നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇടുങ്ങിയ സ്റ്റെപ്പുകളൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ്. ഇതാണ് മുകളിലത്തെ നിലയിൽ ഒരു ലിവിങ് ഹാള് വരുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ്. അവിടെയും ജിപ്സം വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റിനുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇവിടെയും 2 ബെഡ്റൂമുകളാണുള്ളത്. അതിലൊരെണ്ണം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമുമാണ്. അതോടൊപ്പം ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫംഗ്ഷനോ പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിലും ട്യൂബ് ലൈറ്റുകൾ, മറ്റ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 പാളിയുടെ ഒരു കബോർഡാണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് അതിൻ്റെ ബാത്റൂം വരുന്നത്. താഴത്തെ ബാത്റൂം പോലെ തന്നെ സെറാഡ ക്ലോസറ്റുകൾ, മറ്റ് ബ്രാൻഡഡ് ഐറ്റംസ് മുതലായവയാണ് ഈ ബാത്റൂമിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണൊരു കോമൺ ടോയ്ലറ്റ് വരുന്നത്. എല്ലാ ടോയ്ലറ്റുകളും വലിപ്പമുള്ളതാണ്. ബെഡ്റൂമുകൾ വലിപ്പമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നല്ലൊരു പ്ലാനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. കാണുമ്പോൾ അറിയാം, നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിലും 1 പാളിയുടെ 2 ജനലുകളും 3 പാളിയുടെ 1 ജനലുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതും 3 പാളിയുടെ കബോർഡാണ് കൊടുത്തിരിക്കുന്നത്.
ഭരണങ്ങാനം ടൗണുമായിട്ട് ഏകദേശം 500 മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ഈ വീടിന് മുൻവശത്തൂടെയുള്ള റോഡിൽ നിന്നും ഇതേ അങ്ങേയറ്റത്താ കാണുന്ന റോഡിൽ കൂടി എല്ലാവിധ സ്കൂൾ വാഹനങ്ങളും വരുന്നതാണ്. സ്കൂളിലേക്കൊന്നും അധിക ദൂരമില്ല, പള്ളിയിലേക്ക് അധിക ദൂരമില്ല. ഭരണങ്ങാനം ടൗണിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ്. വലിയ വിലയല്ല ചോദിക്കുന്നത്, 95 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ ഇനി ഉണ്ടാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു പുറകിൽ ഷീറ്റ് ഇട്ടെടുത്തിരിക്കുന്ന ഒരു ഏരിയ. മുകളിലേക്ക് വാട്ടർ ടാങ്കിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കയറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അവിടെ ഒരു സ്റ്റെയർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫങ്ഷനൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഷീറ്റിട്ട ഏരിയ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കിച്ചൺ കണ്ടില്ല, കിച്ചൺ കാണാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ്. നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ആണ് ലോൺ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഇതാണ് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ. കിച്ചണിൽ നിന്ന് ഏകദേശം ഒരു ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ഇതിൻ്റെ കിച്ചണൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും ഗ്ലാസ് കൊണ്ടുള്ള LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള നല്ല നല്ല വർക്കുകളുണ്ട്. ഫാനുണ്ട്, ഫാൻസി ലൈറ്റ് ഉണ്ട്, LED ലൈറ്റ് ഉണ്ട്, ജിപ്സം സീലിംഗ് ഉണ്ട്. അങ്ങനെ ഒരു വീടിന് വേണ്ട കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല മനോഹരമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഗ്രാനൈറ്റാണ് ഈ കിച്ചൺ ടോപ്പ് വരുന്നതെല്ലാം. ഇലക്ട്രിക് ചിമ്മിനി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം അവിടെ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ്. 1.5 സെൻറ്റ് സ്ഥലത്ത് 2880 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 95 ലക്ഷം രൂപ ചോദിക്കുന്നു. ചെറിയ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ഇതാണ് കിച്ചൺ. ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ വിറകടുപ്പും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. അതിൻ്റെയും ടോപ്പുകളെല്ലാം വരുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വിറകടുപ്പ് വരുന്നത്. ഇവിടെയും അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, വാഷിംഗ് മെഷീനുള്ള പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഈ പുറകുവശമാണ്. ഇവിടെ അലക്കല്ല് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ഥലം കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ഭരണങ്ങാനം ടൗണിൽ യാതൊരു പ്രളയ ഭീഷണിയൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ വറ്റാത്ത കിണറുവെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് ടൗണിൽ നിന്നും ഏകദേശം 500 മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ വിളിക്കുക, നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ ബൈ.